ഹായ്, ഷാഫിമോൻ.കോമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷാഫിമോൻ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലെൻസ് സിഗ്മ ഈയിടെ ആയി പുറത്തിറക്കിയ ഒരു പുതിയൊരു പ്രൈം ലെൻസാണ്. അതാണ് 105mm അല്ലെങ്കിൽ 105mm ആർട്ട് ലെൻസ്. ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത് 1.4 ആണ്. അപ്പോൾ ഒരു വലിയ ഹ്യൂജ് അപ്പർച്ചറുള്ള ഒരു പുതിയ ലെൻസാണ്. നമുക്കിത് തുറക്കാം. സാധാരണ എല്ലാ ആർട്ട് ലെൻസുകളും വരുന്ന മാതിരി തന്നെ ഇതൊരു അല്പം ഹെവിയാണ്. ഒരു ബ്ലാക്ക് പാഡഡ് പൗച്ചിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു വൈറ്റ് ബോക്സ് കൂടിയുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓവറോളായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് തുറന്നു നോക്കാം. ലെൻസ് തുറക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിലെന്ന് അറിയാലോ. ഓക്കെ, ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്. നമ്മളുടെ ക്യാമറയുടെ ഒക്കെ ഷോൾഡർ സ്ട്രാപ്പുമായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ സ്ട്രാപ്പ് ഈ പാഡഡ് ബാഗിൻ്റെ സ്ട്രാപ്പാണ്. ഇതെല്ലാം ആർട്ട് സീരീസ് ലെൻസിൻ്റെ കൂടിയും ഇങ്ങനത്തെ ഒരു പാഡഡ് ബാഗും ഒരു സ്ട്രാപ്പും ഉണ്ടാവും. പിന്നെ വരുന്നത് ഒരു എലങ്കി 2 സ്ക്രൂ ഉണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഒരു റബ്ബർ റിങ് ഉണ്ട്. ഇതെന്തിനാണ് നമുക്ക് നോക്കാം. ഇതിവിടെ വെക്കാം. ഇനി നമ്മൾക്ക് ലെൻസ് എങ്ങനെയുണ്ട് നോക്കാം. ലെൻസ് തുറക്കട്ടെ. ഒരു പ്രതീക്ഷിച്ച മാതിരി തന്നെ ഒരു വലിയൊരു ലെൻസാണ് ഈ 105mm ലെൻസ് എന്ന് പറയുന്നത്. കവറിൽ നിന്ന് പുറത്തെടുക്കട്ടെ. അത്യാവശ്യം കനമുണ്ട്. ഒരു ഹെവി ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസ് കൺസ്ട്രക്ഷൻ, വെൽ കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ലുക്കുള്ളൊരു ലെൻസാണ്. ഇത്തിരി വലിപ്പമുണ്ട്. ഇതിൻ്റെ ഫിൽട്ടർ ത്രെഡ് വരുന്നത് 95mm ആണ്. സാധാരണ നമ്മൾ 95mm ഫിൽട്ടർ ത്രെഡുള്ള ഒരു ലെൻസ് ടെലിഫോട്ടോ ലെൻസുകൾക്കാണ് കണ്ടുള്ളത്. ഈ 150, 600 ആ റേഞ്ചിലുള്ള ലെൻസുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 600, 400mm മുകളിലുള്ള ലെൻസുകൾക്കാണ് നമ്മൾ സാധാരണ 95mm ഫിൽട്ടർ ത്രെഡ് കാണാറ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ലെൻസ്, ഒരു ചെറിയൊരു ബ്ലോക്ക് ലെൻസ് 105mm, അത് ഇത്ര വലുത് വന്നിരിക്കുന്നത് ഈ ലെൻസ് ഹൈ റെസൊല്യൂഷൻ ആയതുകൊണ്ടും ഇതിൻ്റെ അപ്പർച്ചർ 1.4 ആയതുകൊണ്ടും ആണ് ഇത്ര വലുതാക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രദ്ധിക്കട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ ഉള്ളത്. ഇതിൻ്റെ ഹുഡും ഒരു എന്താ പറയുക, ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ അതേ പ്രൗഢിയുള്ളൊരു ലെൻസാണ്. നമ്മളുടെ നോർമൽ ടെലിസൂം ലെൻസുകൾക്കുള്ള മാതിരി തന്നെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹുഡാണ്. മറ്റേ ഇങ്ങനെ കയറ്റി ഫ്ലിപ്പ് ലോക്കല്ല. ഇത് വെച്ച് നമ്മൾക്ക് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ലെൻസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു മാസ് കൺസ്ട്രക്ഷൻ, ഒരു വലിയൊരു ലെൻസ്, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്രൈം ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഈ ലെൻസിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഈ ലെൻസിൻ്റെ വേറൊരു ഒരു ലുക്കിൽ ഉള്ളൊരു വ്യത്യസ്തമായിട്ട്, സാധാരണ ഉള്ള ഫോക്കൽ റേഞ്ച് ലെൻസുകളേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് കണ്ടത് ഇതിൻ്റെ ട്രൈപോഡ് കോളറാണ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൈപോഡ് കോളറാണ്. അപ്പോൾ ഇതിന്മേൽ പ്രത്യേകിച്ച് പ്ലേറ്റ് ഒന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി പ്ലേറ്റ് ഇതുമേൽ ഇൻബിൽട്ടാണ്. പിന്നെ ഈ ട്രൈപോഡ് കോളർ കാരണം നമ്മളുടെ സാധാരണ ഇപ്പോൾ പുതിയത് വരുന്ന ലൈറ്റ് വെയ്റ്റ് ക്യാമറകൾ, സോണി മാതിരിയുള്ള ലൈറ്റ് വെയ്റ്റ് ക്യാമറകളൊക്കെ ഇതുമ്മിൽ മൗണ്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ലെൻസ് ഒരു ഇത്തിരി ഹെവി ഉള്ളതായതുകൊണ്ട് നമ്മൾക്ക് ഇത് ലെൻസ് നേരെ ട്രൈപോഡുമ്മിൽ മൗണ്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ ലെൻസിന് പറയാനുള്ളത് ഫോക്കസ് ഡയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിയും അതേമാതിരി ഫോക്കൽ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് AF MF സ്വിച്ചാണ്, ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് സ്വിച്ച്. പിന്നെ ഇതിന്മേൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഈ ലെൻസിലില്ല. കാരണം സിഗ്മ കമ്പനി പറയുന്നത് ഇപ്പോൾ പുതിയതായി വരുന്ന ക്യാമറകളിൽ ഓൾറെഡി സെൻസർ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ലെൻസിൽ അത് ബിൽറ്റ് ഇൻ ചെയ്യിച്ചിട്ട് അതിൻ്റെ ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് അവർ ഇതുമ്മേൽ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്യാത്തത്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആർട്ട് സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ലെൻസിൻ്റെ ഒരു ഓവറോൾ ഫസ്റ്റ് ലുക്ക്. നമുക്കിതൊരു ബോഡിയിൽ മൗണ്ട് ചെയ്തിട്ട് എത്ര വലിപ്പം വരുന്നു, അതിൻ്റെ ലുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു 610 ബോഡിയാണ്, നിക്കോണിൻ്റെ എൻട്രി ലെവൽ FX ബോഡിയാണ്. അതെടുത്തു ഇതുമ്മേൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഓവറോൾ സൈസ് എത്ര വരും നമുക്ക് നോക്കാം. അടിപൊളി. അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രൈം ലെൻസ് ഫിറ്റ് ചെയ്ത് 105mm 1.4 അപ്പർച്ചറുള്ള വലിയ ഒരു പ്രൈം ലെൻസ് ഫിറ്റ് ചെയ്ത ഒരു ക്യാമറയുടെ ഒരു സൈസ് ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്.
ഇത്തിരി ഹെവി ആണ്. വളരെയധികം നേരമൊന്നും കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് ഹാൻഡ്സ് വേണം. പിന്നെ ഇത് സാധാരണയായിട്ട് ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 85mm റേഞ്ച് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പിന്നെ 135 ആണ് അതിന് ശേഷമുള്ളൊരു റേഞ്ച് വരുന്നത്. അതിനിടയിൽ ഉള്ളൊരു റേഞ്ച് ഇതേവരെ മാർക്കറ്റിൽ ഇത്രയും വലിയ അപ്പർച്ചറിൽ ഇറങ്ങിയിട്ടില്ല. ഇത് വേണമെങ്കിൽ 1 and only ഫസ്റ്റ് ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ റേഞ്ചിലുള്ള 105 സാധാരണ 105 നമ്മൾ കണ്ടിട്ടുള്ളത് മാക്രോ ലെൻസുകളാണ്. അതല്ലാതെ ഒരു പ്രൈം ലെൻസ്, അതും ലാർജസ്റ്റ് അപ്പർച്ചർ 1.4 അപ്പർച്ചറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നത്. അതും ഒരു എന്താ പറയുക, ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയുന്ന മാതിരി നല്ലൊരു എൻട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിഗ്മയുടെ 105mm ആർട്ട് ലെൻസ് f1.4 എൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇത് നിങ്ങളുമായി അൺബോക്സ് ചെയ്ത് ഷെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ ടെസ്റ്റ് റിവ്യൂസും റിസൾട്ട്സും എല്ലാം ഞാൻ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. നിങ്ങൾക്ക് എന്നെ യൂട്യൂബിൽ ഫോളോ ചെയ്യാം. മാജിക് ഹാൻഡ്സ് 07 എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായി പങ്കുവെക്കാം. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. shafimon.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സിഗ്മ ലെൻസുകളുടെ എല്ലാ ലെൻസുകളുടെയും ടെസ്റ്റ് റിവ്യൂസും ബ്ലോഗ്സും എല്ലാം ഉണ്ട്. പിന്നെ ടെസ്റ്റ് ഇമേജസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു റിവ്യൂമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.